والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله. أما بعد فأوصيكم ونفسي بتقوى الله. إنما أعظكم بواحدة أن تقوموا لله مثنى وفرادا. ഒരൊറ്റ ഉപദേശം, അൻ തഖൂമൂ ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനായി നിൽക്കുക, നിലകൊള്ളുക. മസ്നാ വ ഫുറാദ, തനിച്ചും സംഘമായും അല്ലാഹുവിനായി നിലകൊള്ളുക. അല്ലാഹുവിനായി നിലകൊള്ളുന്നതിന് അൻ തഖൂമൂ എന്നാണ് ഉപയോഗിക്കാൻ അല്ലാഹു തആല പറഞ്ഞത്. നമ്മുടെ കിടത്തവും ഇരുത്തവും എല്ലാം ഖിയാമാകണം എന്നർത്ഥം. എല്ലാം അല്ലാഹുവിനായിട്ടുള്ള നിലകൊള്ളലാകണം. തനിച്ചായാലും നാം അല്ലാഹുവിനായി നിലകൊള്ളുന്നു, സ്ഥാപനത്തിലായാലും അല്ലാഹുവിനായി നിലകൊള്ളുന്നു, വാഹനത്തിലായാലും അല്ലാഹുവിനായി നിലകൊള്ളുന്നു. ഉറക്കവും ഉണർവും അല്ലാഹുവിനായി നിലകൊള്ളലാകണം. ആണ് ഇന്നമായതുക്കും ബിവാഹിദ. മുഖ്തസർ ഓതുന്നവരുണ്ടല്ലോ അല്ലേ? ആ ഒറ്റക്കാര്യമേ ഉപദേശിക്കുന്നുള്ളൂ. ഇന്നമ അസ്റിൻ്റെ കലിമത്ത്. അതല്ലാത്തൊരു ഉപദേശമില്ല. അതാണ് അൻ തഖൂമൂ ലില്ലാഹ്. അപ്പോൾ ഭക്ഷണം കഴിക്കലും ഓതുന്നതും പഠിക്കുന്നതും എല്ലാം ലില്ലാഹി നിലകൊള്ളലാകണം, നമ്മുടെ ദേഹേച്ഛയ്ക്ക് വേണ്ടി അല്ല. നമ്മുടെ ദേഹത്തിൻ്റെ താല്പര്യം, ആഗ്രഹം അല്ലെങ്കിൽ വികാരം അത് ശമിപ്പിക്കാൻ അല്ല ജീവിതത്തിൻ്റെ ഒരു ഭാഗവും. ആ രീതിയിൽ നിലകൊള്ളാൻ മാത്രമേ ഉപദേശിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ, ഇതിനാണിപ്പോൾ ഈ ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദും സെക്രട്ടറി ഉസ്താദും ഇവിടെ കിതാബ് ശേഖരിക്കാനും നിങ്ങളെ പോറ്റാനും ഈ സ്ഥാപനം നിലനിർത്തി അല്ലാഹു തആലക്കായി നിലകൊള്ളുന്ന ഒരു വിഭാഗത്തെ ഇവിടെ രൂപപ്പെടുത്താനും ഒക്കെ ആയി ഇതുവരെ ഈ ആവശ്യത്തിന് പുറത്ത് പോയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പോകൽ ളറൂരിയായപ്പോൾ, അനിവാര്യഘട്ടത്തിലെത്തിയപ്പോൾ അതിനുവേണ്ടി പോകുന്നു. ഇൽമ് തേടിയാണ്, കിതാബ് ശേഖരിക്കാനാണ് ഒന്നാമതായി പോകുന്നത്. ഇൽമിൻ്റെ വാക്താവ് ചെയ്യേണ്ട അതിപ്രധാനപ്പെട്ട കാര്യമാണ് ജംഉൽ കുതുബ്. കിതാബുകൾ ഉള്ളിടത്ത് പോയി അതിനെ ശേഖരിക്കുക എന്നത്. ശേഖരിച്ച് വന്നാൽ ഇവിടെ ഉള്ളവർ അത് മുഴുവൻ മുത്താലഅ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. മുമ്പ് കാലത്തൊക്കെ ഒരു കിതാബ് മുത്താലഅ ചെയ്യണമെങ്കിൽ കിട്ടാൻ ദൂരം സഞ്ചരിക്കണം. എൻ്റെ വാലിദ് പലതവണ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മഹല്ലി ഓതുന്ന കാലം, ഇരുമ്പൂച്ചോല കൈപ്പറ്റ ഉസ്താദിൻ്റെ അടുത്ത് മഹല്ലി ഓതുന്ന കാലം, ശർഉൽ മുഹദ്ദബ് ഈ പരിസരത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് നോക്കാൻ വേണ്ടി വാഴക്കാട്ടേക്ക് നടന്നുപോയി. ചെങ്ങാനിയിൽ നിന്ന് 25 കിലോമീറ്ററിലധികം ഉണ്ട് വാഴക്കാട്.
അങ്ങോട്ട് നടന്നു പോയി. എന്തിന്? ശറഹുൽ മുഹദ്ദബ് നോക്കാൻ. ഓതുന്ന കാലത്ത് ഇംദാദ് നോക്കാൻ താനൂര് അതിൻ്റെ കയ്യെഴുത്ത് കോപ്പിയുണ്ട് എന്ന് കേട്ടിട്ട് അങ്ങോട്ട് നടന്നുപോയി. അന്നത്തെ മുത്തഅല്ലിമീങ്ങൾ ഈ വിധം രാത്രികളെ പകലാക്കി ത്യാഗം ചെയ്ത് ആണ് ഇൽമ് നോക്കാനും പഠിക്കാനും ശേഖരിക്കാനും വേണ്ടി മനക്കെട്ടത്. അതുകൊണ്ട് അവരുടെ സ്ഥാനത്തെത്തി. അല്ലാഹു തആല അവരെ ഉന്നത സ്ഥാനത്തേക്ക് എത്തിച്ചു. ആരും ബഹുമാനിക്കുന്ന അവസ്ഥയിൽ, ആർക്കും അവലംബമാക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അല്ലാഹു തആല അവരെ ഉയർത്തി. ഇങ്ങനെയാണ് എല്ലാ ഉസ്താദുമാരും. കൈപ്പറ്റ ഉസ്താദിൻ്റെ അടുത്തുനിന്ന് ചാലിയത്തേക്ക് ഓക്കെ ഉസ്താദിനെ കാണാൻ വേണ്ടി പോയത് സബക്ക് കഴിഞ്ഞിട്ട് വൈകുന്നേരം രാത്രിയാണ്. രാത്രി ചാലിയത്തേക്ക് പോയി. സുബിയായപ്പോഴത്തേനും എന്ത് ചെയ്ത്? ഇൽമൂച്ചാലെത്തി ഉറക്കൊഴിച്ചിട്ട്. ഇങ്ങനെ ആണ് നാം പോകുന്ന സമയത്തൊക്കെ ഇൽമു മാത്രമാണ് ചർച്ച. ഭക്ഷണത്തിന് ചിലവിന് പോകുമ്പോൾ രണ്ടാളും വലിയ കമ്പനിയായിരുന്നു. ആര്? റയീസുലുലമയും നിബ്രാസുലുലമയും മർഹൂം AK ഉസ്താദ് സൈദിയൻ്റെ പ്രിൻസിപ്പാൾ. അവർ ഇരുമ്പൂച്ചോലൊന്നും ശരീക്കന്മാരാണ്. ചാലിയത്ത് OK ഉസ്താദ് ബഹറുൽ ഉലൂമിൻ്റെ അടുത്തുനിന്നും ശരീക്കന്മാരാണ്. രണ്ടാൾക്കും ചിലവും ഒരു വീട്ടിലാണ്. പോകുമ്പോഴും വരുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ചർച്ച ഇൽമ് 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 ഇൽമ്. അങ്ങനെ തന്നെ ചർച്ചാന്ന് ചെലവരക്കാരൻ വരെ പറഞ്ഞ അനുഭവമുണ്ട്. ഒരു രണ്ടാളും കൂടി കൂടുമ്പോൾ ഇൽമ് ഇൽമ്. ആ ഭക്ഷണത്തിന് പോകുമ്പോഴും ഇൽമും കിതാബും തന്നെ, തിരിച്ചു വരുമ്പോഴും ഇൽമും കിതാബും തന്നെ. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ചർച്ചകൾ, ചിന്തകൾ. നാട്ടിൽ പോവുകയാണെങ്കിൽ ഒരുമിച്ച് പോകുമ്പോൾ അതുതന്നെ ചർച്ച. നാട്ടിലെത്തിയാലും അതുതന്നെ ചർച്ച. മുമ്പൊക്കെ മുത്തഅല്ലിമീങ്ങൾ ദർസിലെത്തി വന്നാൽ പല ദർസിലും പഠിക്കുന്നവരുണ്ടാവും ഒരു നാട്ടിൽ. അപ്പോൾ ആലിഫിൻ്റെ ഒരു വെയ്ത്തല്ലും ഇവിടെ എൻ്റെ ഉസ്താദ് എങ്ങനെ പറഞ്ഞത് ഒരു മുത്തഅല്ലിം മറ്റേ ആളോട് അപ്പം എങ്ങനെ പറഞ്ഞത്, അപ്പോൾ എൻ്റെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞേ. അപ്പോൾ ഈ രണ്ട് ഉസ്താദുമാർ പറഞ്ഞത് ഇത് രണ്ടാൾക്ക് കിട്ടി. അതോടൊപ്പം വിഷയം ഓർമ്മിക്കാൻ പറ്റി. ഉദാഹരണം പറഞ്ഞു. ഇങ്ങനെയുള്ള ചർച്ചകൾ എന്നാൽ അവർ ഒരുമിച്ച് കൂടും. എവിടുന്ന്? മസ്ജിദിൽ നിന്ന് ഒരുമിച്ച് കൂടും. അന്നത്തെ മുത്തഅല്ലിമീങ്ങൾ ജമാഅത്ത് മുടക്കൂല, നാട്ടിൽ പോയാലും മുടക്കൂല, സ്ഥാപനത്തിലാകുമ്പോൾ ആരും മുടക്കണുണ്ടാവില്ല. മുടക്കം കഴിയൂലല്ലോ, ഉസ്താദുമാർ നോക്കുമല്ലോ. സ്ഥാപനത്തിലായാലും അല്ലെങ്കിലും ഉസ്താദുമാരെയും കൂടി നോക്കുന്ന അല്ലാഹു തആല നോക്കുന്നുണ്ട് എന്നുള്ള ബോധം ഉള്ള നല്ല ശരിയായ വിശ്വാസത്തിൻ്റെ ഉടമകളാണ് പഴയകാല മുത്തഅല്ലിമീങ്ങൾ. അതുകൊണ്ട് അവർ തുറന്നാൽ ഉത്തരം കിട്ടും. അന്നത്തെ മുത്തഅല്ലിമീങ്ങളൊക്കെ ഔലിയാക്കന്മാരാണ്. അതെന്താ? ഈ വിലായത്ത് വിലായത്ത് എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു പാട്ട് കേട്ടിട്ടുണ്ട് ഞങ്ങൾ. വലിയായലിൻ്റെ പറയണേ ഫഇദായെന്താണടോ മബഅദ് മഖബലോടടുക്കലാണടോ. ഉണ്ടാവും. ഒന്നിൻ്റെ പിന്നിൽ ഒന്നായി, ഒന്നിൻ്റെ പിന്നിൽ ഒന്നായി, ഇടമുറിയാതെ 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 നന്മകൾ തന്നെ, നന്മകളുടെ ഇടകൾ തിന്മകളെ കൊണ്ട് മുറിയാതെ നന്മകൾ ഒന്നിൻ്റെ പിന്നിൽ ഒന്നായി തുടരെ തുടരെയായി ഉണ്ടാവലാണ് വിലായത്ത്. അപ്പോൾ ആ വിലായത്തിൻ്റെ ആളുകളാണ് പഴയകാല മുത്തഅല്ലിമീങ്ങൾ. നല്ല ചിന്തയില്ലാത്തവർക്കില്ല. അലക്കുകയാണെങ്കിൽ ആ സമയത്ത് അൽഫിൻ്റെ വെയ്ത്ത് ചൊല്ലും, തുഴ്ഫൻ്റെ വെയ്ത്ത് ചൊല്ലും, ശവാഹിദ് വെയ്ത്ത് ചൊല്ലും. പഴയ കാലത്ത് ഈ പാടത്തൊക്കെ ഞാറ് നടലുണ്ട്. ഒരു ചെണ്ടെങ്കിൽ ഞാറോടുമ്പോണ്ട് ഒരു സുളകം ചെല്ലാൻ എന്താ. അപ്പോൾ അതിൻ്റെ പ്രയാസം അറിയില്ല, വെയിലിൻ്റെ ചൂടും അറിയില്ല, ക്ഷീണവും അറിയില്ല, ഈ കുമിട്ട് കുനിഞ്ഞിങ്ങനെ നിൽക്കണതിൻ്റെ ആ പ്രയാസം അറിയില്ല.
എന്നതിനേക്കാൾ ഉഷാറായിട്ട് അലക്കുമ്പോൾ അന്നത്തെ മുത്തലിമീങ്ങൾ ഈ ബെയ്ത്തുകൾ ഇങ്ങനെ ചൊല്ലിയിട്ട് ഇങ്ങനെ അലക്കും. ഒരു സമയവും ഇരുമിലല്ലാതെ വേസ്റ്റ് ആവൂല എന്നർത്ഥം. എപ്പോഴും അത് തന്നെ ചിന്തിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ നമുക്ക് വേണം. നിങ്ങളിപ്പോൾ മറ്റുള്ള സ്ഥാപനക്കാരെക്കാൾ വലിയ ബാധ്യതയുള്ളവരാണ്. മൊത്തം ഇഖാമത്ത് ദീന് വേണ്ടി ഏറ്റെടുത്തേക്കാം മർക്കസു ദാരിൽ ഹദീസ്. ഇവിടെ വേറെ ആരും ചെയ്യാത്ത സംഗതിയാണ് ഹദീസിൻ്റെ റിസർച്ച്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ അതിൻ്റെ ആൾക്കാരാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ ഡബിളിൻ്റെ ഡബിൾ ത്യാഗം വേണം. നാട്ടിൽ പോയാലും ഈ ഒരു മനസ്സ് തന്നെ കിതാബ് നോക്കുക, ഇൽമു പഠിക്കുക. ഇതൊക്കെ അറിയാതെ ഉസ്താദ് അങ്ങനെയാണ്. ഏത് നേരം കിതാബ് 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 ഒരു കിതാബ് കിതാബ് കിതാബ്. ഇപ്പോൾ വിദേശത്തേക്ക് പോകണമെങ്കിൽ കിതാബ് കിതാബ് കിതാബ്. ഇങ്ങനെ ആകണം. ഇത് ഞങ്ങൾക്ക് ഷെയ്ഖുന ബഹറുൽ ഉലൂം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇടയ്ക്കിടെ ഉപദേശിക്കാറുണ്ട്. ഇമാം ഗസാലി റഹിമഹുല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അൽ ഇൽമു ലാ യുഅ്തീക ബഅദഹു ഇല്ലാ ഇദാ തുഅ്തീഹി കുല്ലക്. ഇൽമ് വലിയ നിലവാരമുള്ളതാണ്. ലാ യുഅ്തീക ബഅദഹു, ഇൽമിൻ്റെ സ്വൽപ്പത്തെ നിനക്ക് ഇൽമ് തരൂല. ഇല്ലാ ഇദാ തുഅ്തീഹി കുല്ലക്, നിന്നെ മുഴുവൻ ഇൽമിന് അങ്ങോട്ട് സമർപ്പിച്ചെങ്കിലല്ലാതെ. നമ്മളെ മുഴുവൻ ഇൽമിന് അങ്ങോട്ട് സമർപ്പിച്ചെങ്കിലാണ് സ്വൽപ്പ ഇൽമ കേട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് എവിടെയായാലും നടക്കുമ്പോൾ നമ്മൾ, എനിക്കൊന്ന് പറയാൻ അർഹതയില്ലെങ്കിലും ഞാൻ നാട്ടിൽ പോകുമ്പോഴത്തിന് ജമ്മു ജവാമീൻ്റെ മത്തിന് ചെറിയൊരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കും, ഒരാഴ്ചത്തോന്നായിട്ട്. വെള്ളിയാഴ്ച രാവിലെ നാട്ടിൽ പോകും. കാരണം ആ കാലത്ത് എനിക്ക് ഖുതുബുണ്ട്. വെള്ളിയാഴ്ച രാവിലെ നാട്ടിൽ പോകും. ജുമുഅ കഴിഞ്ഞ് തിരിച്ച് ഈ ഹൗസിലേക്ക് തന്നെ പോരും. 2:45 ചെങ്ങാനിയിൽ എത്തുന്ന അരീക്കോട്ട് നിന്ന് കുറ്റിപ്പുറത്തേക്ക് പോകുന്നൊരു ബസ്സുണ്ട്. ആ ബസ്സിൽ കയറും. മിക്കവാറും ചെങ്ങാനിയിൽ നിന്ന് സീറ്റ് കിട്ടും. കിട്ടിയില്ലെങ്കിൽ കുന്നുംപുറത്ത് നിന്ന് എന്തായാലും സീറ്റ് കിട്ടും. ഒതുക്കുങ്ങന്ന് ചെങ്ങാനിയിലേക്ക് പോകുമ്പോൾ കുഴിപ്പുറത്ത് നിന്ന് വരുന്ന ഒരു മീന എന്ന ബസ്സുണ്ട്. അത് ഈ ഹൗസിൻ്റെ മുമ്പിൽ നിന്ന് കയറും. കയറി ഉടനെ സീറ്റ് കിട്ടും. കുളപ്പുറം വരെ ആ സീറ്റിലിരിക്കും. അങ്ങനെ പോക്ക് വരെ പോകേണ്ട ഒരാഴ്ചത്തെ ജമ്മു ജവാമീൻ്റെ മത്തിനും ചെയ്യും ഹിഫ്ളാവും. അത് ഹിഫ്ളാക്കലുണ്ടോയെന്ന് ഉസ്താദ് ചോദിച്ചിട്ടില്ല. ആരാ ഉസ്താദ്? ബഹറുൽ ഉലൂം തുടങ്ങണമെന്ന് പറഞ്ഞു. എല്ലാ ഫന്നിലും ഒരു മത്തിനെങ്കിലും ഹിഫ്ളാക്കണം. ഉസൂരിൽ ജമ്മിൻ്റെ മത്തിനാണ് ഹിഫ്ളാക്കേണ്ടത് എന്നൊരു വാക്ക് പറഞ്ഞതാണ് ഇതിന് പ്രചോദനമായത്. എന്നാൽ ജമ്മ് 2 ജുസും ഫുള്ള് ഓതി തന്ന് തീർത്തു ഷെയ്ഖുന. എന്തെങ്കിലും ചോദിച്ചോ? ഹിഫ്ളാക്കാറുണ്ടോ? ഇല്ല. ഹിഫ്ള് ചൊല്ലിച്ചോ? ചൊല്ലിച്ചിട്ടില്ല. ആ ഒരു വാക്ക് പറഞ്ഞു. അതിൻ്റെ കൊണ്ട് നമുക്ക് വലിയ ഉപകാരമായി. ചെറിയ പേപ്പറിൽ എഴുതിയേക്കും. ബസ്സിൽ പിടിക്കാൻ പറ്റണ കാണാതെ പഠിക്കും. ഇങ്ങനെ നമ്മുടെ സമയമൊക്കെ ഇൽമിൽ ചെലവഴിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കുണ്ടാവേണ്ടത്. എന്നാൽ സംഗതി ഔലിയാക്കന്മാരാകും. മലായിക്കത്ത് നമ്മളെ കൊണ്ട് സന്തോഷിക്കും. നമ്മൾ നാട്ടിൽ പോകുമ്പോൾ കോലം മാറിയ മലായിക്കത്ത് നമ്മളെ ശപിക്കും. അതോടൊപ്പം ഈ ഉസ്താദുമാർ പോകുന്ന കാര്യത്തിന് നന്നായി ദ്വാരക്കണം. അല്ലാഹു തആല പൂർണ്ണ വിജയത്തിലെത്തിക്കട്ടെ. ഈ സ്ഥാപനത്തിന് എല്ലാ സഹായവും അല്ലാഹു തആല നൽകി തരട്ടെ. ആ യാത്രയുടെ ഓരോ നിമിഷം, ഓരോ ചരണവും അള്ളാഹുവിൻ്റെ വജഹിലും റിളയിലുമാക്കി അള്ളാഹുവിലേക്ക് ഖുർബിൻ്റെ വലിയ വസീലയാക്കി അള്ളാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു കാക്കട്ടെ. ആവശ്യമായ പണവും ആവശ്യമായ കിതാബുകളും അള്ളാഹു തആല ഈ ഉസ്താദുമാരുടെ കയ്യിൽ എത്തിച്ച് സന്തോഷിപ്പിക്കട്ടെ. വിചാരിച്ചതിനേക്കാൾ ഭംഗിയായി, വിശാലമായി, ഉഷാറായി അള്ളാഹു തആല കാര്യങ്ങൾ പൂർത്തീകരിച്ചു തരട്ടെ.